ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി. നല്ല ടേസ്റ്റിൽ എന്നാൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? കണ്ണൂർ സ്റ്റൈൽ ഒരു ചെമ്മീൻ ബിരിയാണി. നമ്മളെ വീട്ടിലെല്ലാം അധികം ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ച ചെമ്മീനാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഈ നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ, ഇതങ്ങ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നായര് പോലെ തന്നെ ഒരു സാധനം കിട്ടും, ഒരു ബ്ലാക്ക് കളറുള്ള, അതിൻ്റെ അകത്ത് വേസ്റ്റ് ഉള്ളത് പോലത്തെ. അത് കളയണം കേട്ടോ എന്തായാലും. കാരണം അത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വയറ്റിൽ വല്ലാതെ പ്രോബ്ലം ആയിരിക്കും. ചെമ്മീൻ കഴിച്ച ചില സമയത്ത് ചെമ്മീൻ കഴിച്ച വയറുവേദനയില്ലേ, അത് ചിലപ്പോൾ ക്ലീൻ ആക്കായതുകൊണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ബിരിയാണിക്ക് വലിയ സൈസ് ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ സൈസ് ചെമ്മീൻ നോക്കിയിട്ട് എടുക്കുക പറഞ്ഞാൽ ബിരിയാണി കാണാനൊരു ഭംഗിയാണ്, ടേസ്റ്റും കൂടുതലാണ്. അപ്പൊ കറിയിൽ വെക്കും നമ്മൾ കുഞ്ഞു ചെമ്മീൻ എടുത്താൽ മതി കേട്ടോ, അതാണ് കറിക്ക് നല്ലത്. പക്ഷെ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് വലിയ ചെമ്മീൻ എടുക്കുന്നത് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടുന്നത്, ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അരി വേണം അല്ലേ. ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് കൈമ ഗോൾഡിന്റെ ജീരകശാല റൈസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ച അരിയാണ്. ജീരകശാല റൈസ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണുമാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ജീരകശാല റൈസിൽ വെക്കാത്തവര് ഒന്ന് അങ്ങനെ വെച്ച് നോക്കണേ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഉള്ളി ഞാനിവിടെ ഒരു 4 ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ സൈസ് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു 4-5 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചതച്ച് വെച്ചതാണ് കേട്ടോ. ചതച്ചിട്ട് തന്നെ എടുക്കണം, എന്നാലാണ് ടേസ്റ്റ് കൂടുതൽ. ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ. അതിന്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും വേണം. അത് ലാസ്റ്റ് ബിരിയാണിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ വെള്ളം ആദ്യം തിളപ്പിച്ച് വെക്കണം. അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ, ഒരു 4-5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഇടേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ബിരിയാണിയുടെ മസാല ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ ഇട്ട ബിരിയാണിയുടെ അകത്തെല്ലാം പറയുന്നുണ്ട് ഈ മസാല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിനെ സാധാരണ നമ്മൾ ഗരം മസാല, ഗരം മസാല നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിനച്ചപ്പ്, ഒരു നാരങ്ങന്റെ പകുതിയെ വേണ്ടു കേട്ടോ. അത് നമ്മൾ തക്കാളിന്റെ പുളി നോക്കിയിട്ട് നാരങ്ങ ഒഴിക്കുകയും വേണം. പുളി ഉണ്ടെങ്കിൽ, അത്യാവശ്യം പുളി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മസാലക്ക് പുളി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാരങ്ങ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൊടികളായിട്ട് നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നെയ്യ് വേണം, സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണ അകത്താണ് നെയ്ച്ചോറ് വെക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിലും വെക്കാം, അല്ല നെയ്യിലും മാത്രമായിട്ടും വെക്കാം. വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും നെയ്ച്ചോറ് എടുക്കുമ്പോൾ. ലാസ്റ്റ് നമുക്കൊരു കുറച്ചൊരു സ്പൂൺ നെയ്യ് തൂക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി ആക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ്റെ അകത്ത് കുറച്ച് മസാലകൾ ചേർത്ത് വെക്കണം. അധികം മസാലയൊന്നും ഈ ചെമ്മീൻ ബിരിയാണിൻ്റെ അകത്ത് ആവശ്യമില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് ചെമ്മീൻ ചെറുതായിട്ട് മസാല പിടിപ്പിച്ച് വെക്കുക കേട്ടോ. നമ്മൾ ചെമ്മീൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണിയിലേക്ക് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മസാലകൾ നമുക്ക് ചെമ്മീനിലേക്ക് പിടിപ്പിച്ച് വെക്കാനുണ്ട്. അതിന് ആദ്യം തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ സമയം ഈ ചെമ്മീൻ അവിടെ ഇരിക്കട്ടെ കേട്ടോ. മസാല നന്നായിട്ട് പിടിക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ലൈറ്റ് മസാലയെ നമ്മൾ ചെമ്മീൻ ബിരിയാണിക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം മസാല കൂടുതലായാൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഞാൻ ഇതിൽ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഫസ്റ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഇട്ട ബിരിയാണിന്റെ വീഡിയോയിലെല്ലാം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരി വറുത്തിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ അരിയൊന്നും അങ്ങനെ അധികം കുഴഞ്ഞു പോകത്തൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അരി നന്നായിട്ട് വറുത്ത് വരണം കേട്ടോ. ജീരകശാല റൈസിൽ ബിരിയാണി വെക്കുമ്പോൾ നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മള് കണ്ണൂർ അങ്ങോട്ടെല്ലാം ജീരകശാല റൈസിലേ വെക്കൂലും കേട്ടോ. ഈ ബസ്മതി റൈസ് യൂസ് ചെയ്യുന്നത് അപൂർവമാണ്. ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, ഇനിയൊന്നും ആരും യൂസ് ചെയ്യില്ല. ഞാൻ ഈ നെയ്ച്ചോറ് വെക്കുമ്പം ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയത് വീട്ടിൽ ഞാൻ എൻ്റെ അമ്മ നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുവേ. ആ നെയ്ച്ചോറ് ഞാൻ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ലാസ്റ്റ് ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മ എന്നാ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്, എങ്ങനെയാ അമ്മ നെയ്ച്ചോറ് വെക്കല് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ വെളിച്ചെണ്ണയിലാണ് വെക്കലെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നെയ്യിൻ്റെ അകത്ത് നമ്മൾ ഈ നെയ്ച്ചോറിന്റെ അരി ഒന്ന് വാട്ടുമ്പോൾ ഇതുപോലെ വറക്കുമ്പോൾ നെയ്ച്ചോറിന് ഒരു കല്ലിപ്പ് ഫീൽ ചെയ്യും, ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യില്ല. പക്ഷെങ്കിൽ വെളിച്ചെണ്ണയിലാക്കിയ നെയ്ച്ചോറിന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറാക്കാത്തവര് ഒരിക്കലും വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറാക്കി നോക്കണം. കേൾക്കുമ്പോൾ അയ്യേന്ന് തോന്നും, പക്ഷെങ്കിൽ ആക്കി നോക്കൂ കേട്ടാ. എന്നിട്ടാകുമ്പോൾ എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മൾ അരി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം തിളച്ചു. അത് നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നെയ്ച്ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നെയ്ച്ചോറിൽ നല്ല അത്യാവശ്യം ഉപ്പ് ഉണ്ടാവുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. നമുക്കിനി മൂടിയിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്, വേവിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. അതിനുശേഷം കാണാം. നമ്മൾ നെയ്ച്ചോറ് വേവിക്കാൻ വെച്ചിട്ട് ഒരു വിസിൽ വന്നു. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുമെന്ന്. നമുക്കിനി ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ. ചെമ്മീൻ ബിരിയാണിന്റെ മസാല ഉണ്ടാക്കാം. ബിരിയാണിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലും യൂസ് ചെയ്യുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ചെമ്മീനാണ് ഫ്രൈ ചെയ്യേണ്ടത്. അതിനു മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ ഉള്ളി ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് ബിരിയാണിക്ക് മുകളിലേക്കിടെ ഒന്ന് വിതറി കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഒഴിച്ച ഓയിലിലേക്ക് നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കണേ. ഉള്ളി അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഇടുന്നുള്ളൂ കേട്ടോ. ആദ്യം ഇത് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ആദ്യം വേറെ തന്നെ ഓയിൽ എടുക്കണ്ടല്ലോ. ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. ഈ ഉള്ളി അണ്ടിപ്പരിപ്പും ഏകദേശം ഒരേ മൂപ്പ് തന്നെയാണ്. അണ്ടിപ്പരിപ്പ് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരണ്ടേ, അപ്പോൾ അതിന് ടൈം എടുക്കും. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരി പക്ഷെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല.
ഇത് രണ്ടും ഏകദേശം മൂത്ത് വന്നു എന്ന് കണ്ട സ്ഥിതിക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലേ പെട്ടെന്ന് മുന്തിരിങ്ങ കരിഞ്ഞു പോകും. ഇതിനൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി അധികം നല്ല ഗോൾഡൻ കളർ ആകണ്ട, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വാങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ഒരു മൂപ്പുണ്ട് കേട്ടോ, അത് മുന്നിൽ കണ്ടിട്ട് ഇതൊന്ന് വാങ്ങണം. നമ്മൾ ഇട്ട് കൊടുത്ത മുന്തിരിങ്ങയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. നമ്മൾ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ നമുക്ക് വാങ്ങി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉപ്പും പറങ്കിയെല്ലാം പെരക്കി വെച്ച ചെമ്മീൻ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ മുഴുവൻ ചെമ്മീനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നിന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചെമ്മീൻ അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ട ഈ ഒരു ടൈപ്പിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ആകണ്ട, എന്നാലേ ഫ്രൈ ആകുകയും വേണം. അപ്പോൾ നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇതേ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ മസാലയാക്കുമ്പോൾ അതിലും ഇരുന്നിട്ട് കുറച്ച് ഇത് വേവും കേട്ടോ. ചെമ്മീൻ ഇട്ടിട്ടും കുറച്ച് സമയം നമ്മൾ മസാല വേവിക്കും. അപ്പോൾ ബാക്കി വേവ് അതിൽ നിന്ന് വെന്തോളും. ഞാൻ ചെമ്മീനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ നമുക്കിനി അടുത്തത് മസാലയാക്കാം കേട്ടോ. ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയെല്ലാം വാട്ടിയെടുക്കാം. നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വരണം കേട്ടോ. നമുക്ക് വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുവേ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് നന്നായി വാടി വരട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും ഉപ്പിട്ട് കൊടുത്താൽ കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും പുതുതായിട്ട് കുക്കിംഗ് എല്ലാം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വാടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ കുറച്ചെല്ലാം അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്യാസിന്റെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ. എല്ലാത്തിനെയും മൈൽഡ് ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ അത്ര എടുക്കണമെന്നില്ല. ഇത് നന്നായി വഴറ്റി കൊടുക്കുക. അതിന്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെയും പച്ചമുളകിന്റെ എല്ലാം പച്ചമണം മാറാണ്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഉള്ളി ഇതെല്ലാം വാട്ടുന്നത് കൊണ്ടാണ് ഇതിന് ഇത്ര ഒരു ബ്രൗൺ കളർ കേട്ടോ. അതുകൊണ്ട് ഇതിന് അധികം മസാലേന്റെ ആവശ്യമില്ല. ഓൾറെഡി ഇതിലിട്ട മുളക് പൊടിന്റെ എല്ലാം അംശം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും. നമുക്കിനി ഇതിൻ്റെ അകത്ത് ആകെ കുറച്ച് കുരുമുളകും ഗരം മസാലപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കണ്ടു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി പച്ചമുളകെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മതി.
1 ടീസ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാലപ്പൊടി, 1-1.5 ടീസ്പൂണോളം ഇടാം കേട്ടോ. പൊടികളിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ സിമ്മിലിട്ട് കൊടുക്കുക, അല്ലെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി പൊടികളെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 വലിയ സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി ഇനി നന്നായിട്ട് വെന്ത് വരണം, ഉടഞ്ഞു വരണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയുടെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിനച്ചപ്പും കുറച്ചിട്ട് കൊടുക്കാം. ഒരു പിടിയോളം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നമുക്ക് ലാസ്റ്റ് ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ആഹാ, എന്നാ മണം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ മസാലയൊന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു, അപ്പോൾ നല്ല രസമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി. എനിക്ക് ചിക്കൻ ബിരിയാണിനെക്കാട്ടിയും ഇഷ്ടം ചെമ്മീൻ ബിരിയാണി. നമ്മൾ ഗരം മസാല പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഓൾ സ്പൈസസ് എടുത്തിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുക. നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് ഇത് ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കാമല്ലോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഗരം മസാല ഇട്ടാൽ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇട്ട് കൊടുത്ത മല്ലിച്ചപ്പും പുതിനച്ചപ്പെല്ലാം നന്നായി വാടി അതിൽ ലയിച്ചു അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഓയിലോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബിരിയാണി അല്ലേ, കുറച്ച് ഓയിലോട് കൂടിയിട്ട് തന്നെ ആണ് രസം. നമ്മൾ എപ്പോഴും ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ലല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും കഴിക്കുമ്പോഴെല്ലാം നല്ല ടേസ്റ്റിൽ കഴിക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാലയെല്ലാം എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മസാല കുറവുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച മസാലയിൽ കുറച്ച് ബാക്കി ഉണ്ടാവും, എന്തായാലും അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഈ മസാലയ്ക്ക് ഇപ്പം പുളി ഉണ്ടോ നോക്കുക. പുളി ചില തക്കാളിക്ക് നല്ല പുളി ഉണ്ടാവും, അപ്പോൾ നമ്മൾ പിന്നെയും അതിൽ നാരങ്ങ നീരും അതൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള തക്കാളിയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം പുളിയെല്ലാം ഉണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. മസാലയെല്ലാം കറക്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നവർ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും, എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടാ ചെമ്മീനെല്ലാം കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഉണ്ട്, എന്നാലും ചെറിയ ഒരു ഉപ്പിൻ്റെ കുറവ്. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് സമയം അടച്ചു വെക്കണം. എന്നിട്ട് ചെമ്മീൻ ഒരു ഹാഫ് കുക്കല്ലേ ആയിട്ടുള്ളൂ. ഒരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് ചെമ്മീനൊന്ന് ഈ മസാലയിൽ കിടന്ന് ഒന്ന് വേവട്ടെ. അപ്പോഴേക്ക് റെഡിയാവും ചെമ്മീൻ ബിരിയാണി മസാല റെഡിയാവും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കിതൊരു 10 മിനിറ്റ് സമയം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ആ മസാലയെല്ലാം ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്ക് ബിരിയാണി ദമ്മിലിടാം. നമ്മൾ ബിരിയാണി മസാല ഒന്ന് അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം വെള്ളമെല്ലാം വന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചെമ്മീൻ മസാലയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്നാ വേണ്ടേ, ഇനി നമുക്ക് ബിരിയാണി ദമ്മിലിടണം. ഈ മസാലയും ചോറും എല്ലാം 1 by 1 ആയിട്ട് ലെയർ ചെയ്ത് നമുക്ക് ദമ്മിലിട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളെ നെയ്ച്ചോറ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ മസാലയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം ഇതിൻ്റെ താഴെ കുറച്ച് പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുക. ഒരു ലെയർ മസാല ഇട്ട് കൊടുക്കുക.
ഞാനിവിടെ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കൂടെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടിയിട്ടുള്ള അതും കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ഗരം മസാല ഉണ്ടല്ലോ, അതൊരു നുള്ള് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കയ്യിലും കൂടി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലാണ് നമ്മൾ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കേണ്ടത്. ചെമ്മീൻ്റെ മസാല എടുക്കുക, മിക്സ് ആക്കുക. നമുക്ക് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് ചെപ്പും പുതിന ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിൽ നമുക്ക് ആദ്യം ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെമ്മീൻ മസാലേന്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മസാലയും റൈസ് ഇങ്ങനെ ഇടവിട്ടിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണിന്റെ ലെയറിങ് കഴിഞ്ഞു. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നില്ലേ, അപ്പൊ കളറിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇനി ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഞാൻ ഏറ്റവും ടോപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രേ വേണ്ടൂ. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയം ചെറിയ തീയിൽ ആവി കയറ്റി എടുക്കണം കേട്ടോ. ദം ചെയ്തെടുക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ബിരിയാണി ദമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. വാവ്, കണ്ടാ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാകുന്നില്ലേ? എങ്ങനെയുണ്ട് ബിരിയാണി കാണാൻ? അടിപൊളിയല്ലേ? അപ്പൊ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ചോറെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള മസാലാസ് ആണ്. അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റുകളൊന്ന് രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.